ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളം ബൂത്തിലെത്താൻ ഇനി 33 നാൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരം. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. രാജ്യത്തെ ക്ഷയരോഗമുക്തമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും അപേക്ഷകർക്ക് അയച്ചു തുടങ്ങിയതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണം നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരളം ബൂത്തിലെത്താൻ ഇനി 33 നാൾ. സംസ്ഥാനത്ത് ഏപ്രിൽ 4-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് നാളെ വരെ പേര് ചേർക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. ഈ മാസം 28-നാണ് കേരളം ഉൾപ്പെടെ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുക. ഏപ്രിൽ 26-നാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രചാരണം ശക്തമാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ നഗരത്തിലെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് കോവളത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ നഗരത്തിലെ വിവിധ മേഖലകൾ സന്ദർശിച്ചു. ഉള്ളൂരിൽ വിദ്യാർത്ഥികളുമായി സംഘടിപ്പിക്കുന്ന സംവാദ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മറ്റ് ജില്ലകളിലും മുന്നണികൾ പ്രചാരണം ഊർജിതമാക്കി. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഒരു മുന്നണിക്കും വിജയം പ്രവചിക്കാൻ കഴിയാത്ത ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ കൂടാതെ കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. ഇക്കുറി മണ്ഡലത്തിൽ വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ. വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രചരണം ഒപ്പത്തിനൊപ്പമാണ്. MV ബാലകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് UDF സ്ഥാനാർത്ഥി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ML അശ്വിനിയാണ് NDA സ്ഥാനാർത്ഥി. ഇതിൽ LDF സ്ഥാനാർത്ഥിയായ MV ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിൽ ഒരു തവണ പര്യടനം നടത്തിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 3ാം തവണ പര്യടനം പൂർത്തിയാക്കിയ MV ബാലകൃഷ്ണന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രചരണ രംഗത്ത് എത്തിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. വരും ദിവസങ്ങളിൽ UDFന് വേണ്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ ജില്ലയിലെത്തും. NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനിയും മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. അശ്വിനിയുടെ പ്രചരണത്തിന് BJPയുടെ മുതിർന്ന നേതാക്കളും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാവുന്നതോടെ സ്വതന്ത്രർ ഉൾപ്പെടെ കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് റോബോട്ടുകൾ ഉപയോഗപ്പെടുത്തും. തെരഞ്ഞെടുപ്പിന് വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വോട്ടർമാർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള സ്വീപ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് റോബോട്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കൊച്ചിയിൽ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ധാരണയോടെ തീരുമാനമെടുക്കാൻ വോട്ടർമാരെ സഹായിക്കുന്ന വിവിധ ബോധവൽക്കരണ വീഡിയോകൾ റോബോട്ട് വഴി പ്രദർശിപ്പിക്കുമെന്നും തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണ തേജ അറിയിച്ചു. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. എല്ലാ വർഷവും മാർച്ച് 24-ആണ് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും രോഗപ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം. അതെ, നമുക്ക് ക്ഷയരോഗത്തെ ഉന്മൂലനം ചെയ്യാനാകും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നിരവധി ഫലപ്രദമായ കണ്ടെത്തലുകൾ നിലവിലുണ്ടെങ്കിലും രോഗത്തെ പൂർണ്ണമായും തുടച്ചുമാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോക ക്ഷയരോഗ ദിന സന്ദേശത്തിലാണ് രാഷ്ട്രപതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിനാചരണം രോഗം നിയന്ത്രിക്കുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുമെന്നും അത് തടയാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. രോഗം നേരത്തെ കണ്ടെത്തുന്നത് പ്രധാനമാണെന്നും ചികിത്സ തേടേണ്ടത് അനിവാര്യമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും അപേക്ഷകർക്ക് അയച്ചു തുടങ്ങിയെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 2-3 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവർക്കും ഇത് ലഭിക്കത്തക്ക വിധം പ്രിന്റിംഗ് പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം ലൈസൻസും RC ബുക്കും പ്രിന്റ് ചെയ്യുന്ന കമ്പനിക്ക് പണം നൽകിയതായും മന്ത്രി പറഞ്ഞു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു.
യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളും ഏന്തിയാണ് വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ നടന്ന കുരുത്തോല പ്രദക്ഷിണങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പൈങ്കുനി ഉത്ര ഉത്സവത്തിൽ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. ഇന്ന് രാത്രി പള്ളിവേട്ടയും അയ്യപ്പസ്വാമിയുടെ പിറന്നാൾ ദിനമായ നാളെ പമ്പയിൽ ആറാട്ടും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സന്നിധാനത്ത് പൈങ്കുനി ഉത്ര ഉത്സവത്തിന്റെ 9ാം ദിനമായ ഇന്ന് ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളത്ത് എന്നിവയ്ക്ക് ശേഷം ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും. എഴുന്നള്ളത്ത് തിരിച്ചെത്തിയ ശേഷം കിഴക്കേ മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ദേവൻ പള്ളി ഉറങ്ങുക. അയ്യപ്പന്റെ പിറന്നാൾ ദിനമായ നാളെ രാവിലെ 9 വരെ മാത്രമേ രാവിലത്തെ ദർശനം ഉണ്ടാകൂ. ശേഷം ആറാട്ടിനായി എഴുന്നള്ളത്ത് പമ്പയിലേക്ക് നീങ്ങും. നാളെ ഉച്ചയ്ക്ക് 11:30 പമ്പയിൽ ദേവസ്വം താത്കാലികമായി നിർമ്മിച്ച ആറാട്ടുകടവിലാണ് ദേവന് ആറാട്ട് നടക്കുക. തുടർന്ന് പമ്പ ഗണപതി കോവിലിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുന്ന ദേവന് മുൻപിൽ 3:30 വരെ പറ വഴിപാട് സമർപ്പിക്കാൻ ഭക്തർക്ക് അവസരമുണ്ട്. രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ തീപിടുത്തം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ദുരന്ത നിവാരണ അതോറിറ്റിയും. വേനൽക്കാലത്ത് ആശുപത്രികളിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു. ആരോഗ്യ വകുപ്പുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുകൾ ആശുപത്രികളിൽ സമഗ്രമായ പരിശോധനകൾ നടത്താൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആശുപത്രികളിൽ അഗ്നിശമന ഉപകരണങ്ങൾ, ഹൈഡ്രന്റുകൾ, അലാറങ്ങൾ തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാണോ എന്ന് പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. ഈ മാസം 27 വരെ 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ ദിവസങ്ങളിൽ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. അതിനിടെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴക് വിരിയിച്ച് നീലവാഗ മരങ്ങൾ. ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീലനിറത്തിലുള്ള പുഷ്പങ്ങളാണ് നീലവസന്തം വിരിയിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണയുടെ റിപ്പോർട്ട്. പച്ച വിരിച്ചു കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിൽ നീല വസന്തം തീർക്കുകയാണ് ജക്രാന്ത പൂക്കൾ. പാതയോരങ്ങളിലാകെ നീല വാഗമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇലകൾ പൊഴിച്ച നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിലൊന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലാണ് നീലവാഗകൾ വ്യാപകമായി പൂത്തുനിൽക്കുന്നത്. വിമോസിഫോളിയ എന്നതാണ് ജക്രാന്തയുടെ ശാസ്ത്രനാമം. മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നീലവാഗകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 2 മത്സരങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കിങ്സ് 11 പഞ്ചാബും വിജയം നേടി. സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുറത്തായി. തായ്വാന്റെ ലിങ് ചുൻ യിയോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. കോഴിക്കോട് വിവിധയിടങ്ങളിൽ അഗ്നിബാധ. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ബേക്കറി കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. അപകട കാരണം വ്യക്തമല്ല. നാദാപുരം പേരോട് ഇരുനില വീടിന്റെ മുകൾ നിലയിലും ഇന്നലെ തീപിടുത്തമുണ്ടായി. മലപ്പുറം തേഞ്ഞിപ്പലം കോഹിനൂരിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലും തീപിടുത്തമുണ്ടായി. പുലർച്ചെയോടെയാണ് സംഭവം. ഇടുക്കി ചേറ്റുകുഴിയിൽ KSRTC ബസും തീർത്ഥാടകർ സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ച് 6 വയസ്സുകാരി മരിച്ചു. LKG വിദ്യാർത്ഥിനിയായ ആമിയാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് കാട്ടുപന്നി ശല്യം തടയാൻ വെച്ച വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വെഞ്ഞാറമൂട് വെള്ളുമണ്ണടി ചക്കക്കാട് കുന്നുംപുറത്ത് വീട്ടിൽ ഉണ്ണിയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ബൂത്തിലെത്താൻ ഇനി 33 നാൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരം. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. രാജ്യത്തെ ക്ഷയരോഗമുക്തമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും അപേക്ഷകർക്ക് അയച്ചു തുടങ്ങിയതായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണം നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.